കോഴിക്കോട് നഗരത്തിന്റെ വികസന പാതയിൽ പുത്തൻ നാഴികക്കല്ലായി പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 8 പതിറ്റാണ്ട് കാത്തിരിപ്പിനൊടുവിലാണ് നഗരത്തിലെ മർമ്മപ്രധാന മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. 60 കോടി രൂപ മുതൽ മുടക്കി കിഫ്ബിയിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. കോഴിക്കോട് നഗരത്തെ മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡുകളുമായി ബന്ധപ്പെടുത്തുന്ന പാലം 8 പതിറ്റാണ്ടായി നഗരവാസികളുടെ സ്വപ്നമായിരുന്നു. 1947-ൽ കനോലി കനാലിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ചവിട്ടുപടി കയറി വേണം പാലത്തിലെത്താൻ. സൈക്കിളല്ലാതെ മറ്റു വാഹനങ്ങളില്ലാത്ത കാലത്ത് ചെറുപാലം തന്നെ ധാരാളം. നഗരം വളർന്നതോടെ ചവിട്ടുപടി റാമ്പായി മാറി. ഓട്ടോറിക്ഷകളടക്കം കയറുന്നത് ഒഴിവാക്കാൻ വീതി കുറച്ച് നിർമ്മിച്ച പാലത്തിന് പുതിയ പാലമെന്ന് പേരുമിട്ടു. ചെറിയ കോൺക്രീറ്റ് പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പാലം പഴകിയപ്പോൾ പുതിയ പാലമെന്ന പേര് മാത്രം ബാക്കിയായി. വാഹനപ്പെരുക്കം കൊണ്ട് പ്രദേശം വീർപ്പുമുട്ടി. 2010 മുതൽ വലിയ പാലത്തിനുള്ള മുറവിളി തുടങ്ങി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2023 ജൂലൈയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന് തറക്കല്ലിട്ടു. മാസങ്ങൾക്കിപ്പുറം കിഫ്ബിയിലൂടെ പുതിയ പാലം യാഥാർത്ഥ്യമായി. കനോലി കനാലിന് കുറുകെ 16.53 കോടി രൂപ വിനിയോഗിച്ച് 195 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ആർച്ച് മാതൃകയിൽ നിർമ്മിച്ച പാലത്തിനൊപ്പം ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുമുണ്ട്. 40 കോടി രൂപയാണ് സ്ഥലമെടുപ്പിന് ചെലവായത്. കേരള റോഡ് ഫണ്ട് ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഏതാണ്ട് 60 കോടി രൂപ ചെലവിലാണ് ആ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 16.53 കോടി രൂപ പാലത്തിന് വേണ്ടി മാത്രം അതിൽ ചെലവായിട്ടുണ്ട്. സ്വാഭാവികമായും കോഴിക്കോട്ടെ ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വലിയ പാലമായി തന്നെ ഈ പാലം മാറും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തളി പുതിയ പാലം റോഡിന് തുടർച്ചയായി കനോലി കനാലിന് കുറുകെയാണ് പുതിയ പാലത്തെ പാലം. കിഴക്കേക്കരയിൽ കല്ലിട്ടനട ഗോവിന്ദപുരം റോഡിലൂടെ മിനി ബൈപ്പാസിലേക്കാണ് റോഡിലൂടെ എത്തിച്ചേരുക. പാലത്തിൽ 7.5 മീറ്റർ വീതിയാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ഭാഗത്തിനുള്ളത്. ഇരുവശത്തും കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാതയുമുണ്ട്. പുതിയ പാലം വന്നതോടെ മിനി ബൈപ്പാസിൽ ഗോവിന്ദപുരം ഭാഗത്ത് നിന്ന് തള്ളി കല്ലായി റോഡ്, റെയിൽവേ സ്റ്റേഷൻ, വലിയങ്ങാടി, സൗത്ത് ബീച്ച് ഭാഗത്തേക്ക് നേരിട്ട് എത്തിച്ചേരാം. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.